നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഞാൻ എന്താ പറയുക, സ്വയംവര പന്തലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നല്ലോ. കാസിനോ ഹോട്ടലിലാണ് ഷീനിച്ചേട്ടനും സംവിധായകനും ജയറാമും സംഘവും എല്ലാം താമസിക്കുന്നത്. ഞാൻ എലൈറ്റിൽ, പ്രൊഡ്യൂസറും എലൈറ്റിൽ. കാരണം ഞാൻ ഒരിക്കലും ഷൂട്ട് സ്ഥലത്ത് താമസിക്കില്ല. ഒരു ദിവസം സെറ്റിൽ സ്ക്രിപ്റ്റ് തീർന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആരോ വിളിച്ച് പറഞ്ഞു സ്ക്രിപ്റ്റ് കഴിഞ്ഞു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഷീനിച്ചേട്ടൻ എത്തി. ഞാൻ കണ്ടില്ല. എൻ്റെ പുറകെ വന്നു സ്ക്രിപ്റ്റുമായിട്ട് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആരോ എന്നെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഷീനിച്ചേട്ടനാണ്. ഒന്നും മുരട് അനക്കിയിട്ട് എന്താ പറഞ്ഞു, എൻ്റെ മുറിയിൽ വരാത്ത ആദ്യത്തെ അസോസിയേറ്റ് നിങ്ങളാണ്. എന്താണ് നിങ്ങൾക്ക് എൻ്റെ മുറിയിൽ വരാൻ കുറച്ചിൽ എന്ന് കേട്ട്. അപ്പോൾ എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റർമാരും സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ നാളത്തെ സീനുകളെ പറ്റി പറയുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ പോയി ചോദിക്കണമല്ലോ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം, എങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാം ചോദിക്കണം. പക്ഷേ ഞാൻ പോയിട്ടേ ഇല്ല. ഷീനിച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ ചിരിച്ചോട്ട് തോന്നുന്നു. നിങ്ങൾ ചിരിക്കണ്ട, എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ കാണിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ഷീനിച്ചേട്ടാ, നിങ്ങളുടെ മുറിയിൽ ഒരു ദിവസം 50 പ്രാവശ്യം വരാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്തെല്ലാം സംസാരിക്കാം നമുക്ക്. ഞാൻ നിങ്ങളുടെ റൂമിൽ എവിടെയെല്ലാം വന്നിട്ടുള്ളൂ. ഇത് എന്നോട് സംവിധായകൻ പറഞ്ഞു, ചേട്ടൻ്റെ റൂമിൽ വരരുത്, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശല്യപ്പെടുത്തരുത്. അന്നുള്ള സ്ക്രിപ്റ്റ് ഞാൻ രാവിലെ വരുമ്പോൾ ലൊക്കേഷനിൽ തരാം എന്നാണ് സംവിധായകൻ പറഞ്ഞത്. സംവിധായകൻ അടുത്ത് നിൽക്കുക. ഓ ഷാർപ്പായിട്ട് സംവിധായകൻ നോക്കി. സംവിധായകൻ ഒന്നും അറിയാത്തല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞ് നിൽക്കുക. ഓ അങ്ങനെയായിരുന്നു സംഗതി, ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഷീനിച്ചേട്ടൻ പറഞ്ഞൊരു നല്ല മറുപടിയുണ്ട്. ശ്രീനിവാസൻ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ളതല്ലേ, അടുത്ത ശ്രീനിവാസൻ എഴുതുന്ന 50 സിനിമയും ഇദ്ദേഹത്തിന് സംവിധാനം ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദിനേശ് ഒന്ന് വെട്ടി ഒരു സ്ക്രിപ്റ്റോ മറ്റോ എന്നോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കും അല്ലേ. ഞാൻ 100% ഉറപ്പും. അയ്യോ, ആ സ്വയംവരപന്തലിൻ്റെ സെറ്റിൽ ഞാനും ഷീനിച്ചേട്ടനും നിർമ്മാതാവുമായിരുന്നു. ഒരു ഗ്യാങ്. അവിടെ നടന്ന എല്ലാ തല്ലുപൊളിത്തരങ്ങളും പൊളിച്ചവർ ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു. പാവം. അങ്ങനെ ഷീനിച്ചേട്ടൻ്റെ റൂമിൽ സ്ക്രിപ്റ്റ് വാങ്ങാൻ ചെല്ലാത്ത ആദ്യത്തെ അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള ക്രെഡിറ്റ് എനിക്കായിരുന്നു. മറ്റു പലരെയും പോലെ ശ്രീനിവാസൻ്റെയും ആദ്യ ചിത്രമല്ല ആദ്യം തിയേറ്ററിലെത്തിയത്. സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന ചെറുകഥ എടുത്തിട്ടാണ് P.A. ബക്കർ മണിമുഴക്കം എന്ന സിനിമ ഉണ്ടാക്കിയത്. നല്ല വേഷമല്ലേ ഷീനിച്ചേട്ടൻ്റെ. മണിമുഴക്കം എന്ന സിനിമ ആണ് ആദ്യത്തെ സിനിമ എന്നാണല്ലോ പലരും പറയാറ്. കാർട്ടൂണിസ്റ്റ് തോമസ് ഏട്ടനായിരുന്നു നിർമ്മാതാവ്. എനിക്ക് നല്ല അടുപ്പമുള്ള ആളായിരുന്നു. മദ്രാസിൽ വെച്ചുള്ള പരിചയത്തിലാണ് ശ്രീനിവാസനെ മണിമുഴക്കത്തിൽ അഭിനയിക്കാനായി P.A. ബക്കർ ക്ഷണിച്ചത്. അനാഥ മന്ദിരത്തിലെ പിള്ളേരെ എന്താ പറയുക, കഞ്ചാവൊക്കെ വലിക്കാൻ പഠിപ്പിക്കുന്ന നൂലൻ അന്തോണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു ഷീനിവാസൻ്റെ. നൂലൻ അന്തോണി. മേക്കപ്പ് ഒന്നും വേണ്ടാത്ത ഒരു ദരിദ്രവാസി ലുക്കായിരുന്നു അത് ആ വേഷം ചെയ്യേണ്ടതെന്ന് ബക്കർ തീരുമാനിച്ചിരുന്നു. അതിന് പറ്റിയ മേക്കപ്പ് ഒന്നും വേണ്ടാത്ത നടനായിരുന്നു അന്നത്തെ കോലം ഷീനിച്ചേട്ടൻ്റെ. അതാണ് ആകർഷിച്ചത് ബക്കറിനെ. 1978 ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത് ജയിക്കാനായി ജനിച്ചവൻ എന്ന് പറഞ്ഞ ഒരു വലിയ പടമുണ്ട്, ഹെലികോപ്റ്ററൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തത്. ജയനും നസീർ സാറും ഒക്കെ ഉള്ളത്. അതിലാണ് ജോളി എബ്രഹാം ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്നുള്ള പാട്ട് ആദ്യമായിട്ട് പിന്നണി പാടുന്നത് ആ പടത്തിലാണ്. ഒരു പാട്ടിലെ ദേവി ഭഗവതിയെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടിലെ ആദ്യത്തെ 2 വരി പാടുന്നതും ഷീനിച്ചേട്ടനാണ്. 1978 ഫെബ്രുവരി 17 ജയിക്കാനായി ജനിച്ചവൻ റിലീസായി. 1978 മാർച്ചിൽ മണിമുഴക്കം വന്നു. പക്ഷേ ചരിത്രം പറയുന്നവരൊക്കെ പറയുന്നത് മണിമുഴക്കമാണ് ആദ്യത്തെ ചിത്രം എന്ന് പറയും. ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ചിത്രമാണ് മണിമുഴക്കം. 1976 മികച്ച ചിത്രത്തിൻ്റെ സംസ്ഥാന അവാർഡ് മണിമുഴക്കം നേടി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാഗ്രഹണത്തിനും മണിമുഴക്കം അവാർഡ് നേടി. മികച്ച തിരക്കഥാ സംഭാഷണത്തിനും പുരസ്കാരം ലഭിച്ചു. അതുവരെ സംഭാഷണത്തിന് മാത്രമാണ് അവാർഡ്. സംഭാഷണം എന്ന് മാത്രമേ എഴുതി കാണിക്കുമായിരുന്നു. ഈ മണിമുഴക്കം കഴിഞ്ഞതോടുകൂടി അതിലെ ജൂറികൾ പറഞ്ഞു തിരക്കഥാ സംഭാഷണം എന്ന് എഴുതി കാണിച്ചുമാണ് അവാർഡ് കൊടുക്കുന്നത്. അതുമുതലാണ് തിരക്കഥാ സംഭാഷണം എന്നുള്ള പേര് വന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ KG ജോർജിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു ഷീനിവാസൻ. ഓണപ്പടവ, മണ്ണ്, ഇനി അവൾ ഉറങ്ങട്ടെ, വിൽക്കാണ്ട് സ്വപ്നങ്ങൾ, മേള മുതലായ സിനിമകളിലൊക്കെ തുടക്കകാലത്ത് ഷീനിവാസൻ KG ജോർജിൻ്റെ സിനിമകളിൽ അഭിനയിച്ചു. പഞ്ചോടി പാലത്തിലെ ആ
വീൽ ചെയറിൽ പോകുന്ന ഭിക്ഷക്കാരൻ്റെ വേഷമൊക്കെ മനോഹരമായി ഷീനിച്ചേട്ടൻ ചെയ്തതാണ്. MT വാസുദേവൻ നായരുടെ വിൽക്കാണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിക്കുന്ന കാലം മുതലേ ശ്രീനിവാസന് മമ്മൂട്ടി അറിയാം. കൊച്ചിയിൽ ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്നറിഞ്ഞിട്ടാണ് കൂട്ടുകാരൻ ഷറഫിനെയും കൂട്ടി ചാൻസ് തേടി മമ്മൂട്ടി ചെല്ലുന്നത്. അവിടെ വെച്ച് വീണ്ടും ശ്രീനിവാസനെ കണ്ടുമുട്ടി. ശ്രീനിവാസൻ മമ്മൂട്ടിയെ KG ജോർജിന് പരിചയപ്പെടുത്തി. ഇത് MTയുടെ വിൽക്കാണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിച്ച ആളാണ്, വക്കീലാണ്, PA മുഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. സർക്കസിനകത്തുള്ള ഒരു കുതിര സവാരിക്കാരൻ്റെ വേഷമാണ് ശ്രീനിവാസന് മമ്മൂട്ടിക്ക് ജോർജ് സാർ കൊടുത്തത്. അപ്പോഴാണ് അറിയുന്നത് ഈ കുതിരയിലെ പുറത്തൊക്കെ കയറാൻ മമ്മൂട്ടിക്ക് അല്പം പേടിയുണ്ട്. ഇതറിഞ്ഞ ശ്രീനിവാസൻ KG ജോർജിനോട് പറഞ്ഞ് അതിലെ ബൈക്ക് ജമ്പറുടെ റോളാക്കി മാറ്റി കൊടുത്തു. അന്നത്തേതിന് ബൈക്ക് ഓടിക്കാൻ പോലും അറിയില്ല മമ്മൂക്കയ്ക്ക്. പക്ഷെ നമുക്ക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് ഞാൻ ചെയ്തോളാം. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ വണ്ടിക്കൂലിയായി 50 രൂപയും മേളയിൽ അഭിനയിച്ചതിന് 500 രൂപയുടെ ചെക്കും മമ്മൂട്ടിക്ക് നൽകിയതും ശ്രീനിവാസനായിരുന്നു. തീർന്നില്ല, മേളയിൽ മമ്മൂട്ടിയുടെ ശബ്ദം ഡബ് ചെയ്തതും ശ്രീനിവാസനായി. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ രതീഷ് എന്ന് പറഞ്ഞ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ചെയ്തത്. മേളയിൽ ശ്രീനിവാസനാണ് ശബ്ദം കൊടുത്തത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും വിധിച്ചതും കൊതിച്ചതിലും ഒരു മുത്തശ്ശി കഥയിൽ ത്യാഗരാജനും ശബ്ദം നൽകിയത് ഷീനിച്ചേട്ടനായിരുന്നു. നേരത്തെ പറഞ്ഞ കാർത്തികൻ V സാംബശിവന് ശബ്ദം നൽകിയതും ഷീനിച്ചേട്ടനായിരുന്നു. സംഘഗാനം PA ബക്കർ സംവിധാനം ചെയ്യുമ്പോൾ ശ്രീനിവാസന് ദിനേശ് ബീഡി ചോദിക്കുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കലായിരുന്നു ഇന്നത്തെ നടനും സംവിധായകനുമായ ജോയ് മാത്യുവിൻ്റെ പ്രധാന ജോലി. ഗൗതമൻ എന്ന വിപ്ലവകാരിയെ പോലീസ് നരനായിട്ട് നടത്തി കൊന്നപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചിത്രീകരിക്കണം. വിലാപയാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ വേണം. ശ്രീനിവാസനാണ് വിലാപയാത്രയുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ജാഥയ്ക്ക് ആൾ കുറവ്. ഷൂട്ടിംഗ് ക്രൂ എല്ലാവരും ജാഥയിൽ കയറി നിൽക്കാൻ ബക്കർ പറഞ്ഞു. അവരിൽ ജോയ് മാത്യു ഉണ്ടായിരുന്നു. ജോയ് മാത്യു ആദ്യമായിട്ട് അഭിനയിച്ച ക്യാമറയുടെ മുന്നിൽ നിന്ന പടമാണ്. ജോയ്ക്ക് നിൽക്കാൻ ഇടം കിട്ടിയത് ശ്രീനിവാസൻ്റെ തൊട്ട് പിന്നിൽ. പടം തിയേറ്ററിൽ വന്നപ്പോൾ ജോയ് മാത്യുവിനെ അറിയാവുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിൽ ഫ്രെയിമിലുണ്ട്. ആ ജോയ് മാത്യു അമ്മ അറിയാനിലൂടെ നായകനായി. ഷട്ടറിലൂടെ സംവിധായകനായപ്പോൾ ശ്രീനിവാസനെയും ആ വേഷത്തിൽ ഒരു വേഷം കൊടുത്ത് അതിൽ സഹകരിപ്പിച്ചു. ആദിവാസി ഊരിലെ കഥ പറയുന്ന ഒരു ചിത്രം അവിര റബേക്ക സംവിധാനം ചെയ്തു. തിളപ്പ് എന്നാണ് പേര്. തിളപ്പ്. ഇത്തരം ഐറ്റംസുകളെ ശ്രീനിവാസന് ഇഷ്ടമാണ്. അവിര റബേക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണുവിനെയൊക്കെ പോലുള്ളവർ. ശ്രീനിവാസനെ അവിര റബേക്ക പോയി കണ്ടു. അവരുടെ തകരച്ചെണ്ടയിൽ ശ്രീനിവാസനായിരുന്നു നായകൻ. തിളപ്പിനായി അവർ ചെന്നപ്പോൾ ശ്രീനിവാസൻ തൻ്റെ അനാരോഗ്യ പ്രശ്നം വിശദമായി പറഞ്ഞു. ഇത്തവണ തന്നെ ഒഴിവാക്കണമെന്നും പറഞ്ഞു. കാരണം അവരെയൊന്നും പൈസയൊന്നും കൊടുക്കില്ല ആർക്കും. പക്ഷേ അവരെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അനാരോഗ്യമുള്ളതുകൊണ്ട് എന്നെ ഈ പടത്തിൽ നിന്ന് ഒഴിവാക്കണം. അവരെയും വിടുന്ന ലക്ഷണമുള്ള പാർട്ടിയല്ല. നിങ്ങളുടെ അനാരോഗ്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അന്തസ്സുള്ള ഒരു പടത്തിൽ അഭിനയിച്ചിട്ടാണ് മരിച്ചതെന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്തസ്സുള്ളൊരു പടത്തിൽ മനോഹരമായൊരു വേഷം ചെയ്തിട്ടാണ് അവസാനമായി നിങ്ങൾ ചത്തതെന്ന് നിങ്ങൾക്ക് പറയാം എന്നാണ് അവരെ പറയുന്നത്. നിങ്ങൾ തന്നെ അതിലെ മൂപ്പനാവണം. ഒരേ നിർബന്ധം അവരാ, പോവില്ല എന്ന് ഇദ്ദേഹം. അവസാനം അവരെ ജയിച്ചു, ശ്രീനിവാസൻ തോറ്റു. ഒന്നും പറയാതെ തൻ്റെ അവശതകൾക്ക് ഇടവേള പറഞ്ഞ് ശ്രീനിവാസൻ മല കയറി. അങ്ങ് സുൽത്താൻ ബത്തേരിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു ദിവസമോ മറ്റോ ഒരു രാത്രിയിൽ അവിടെ ഒരു ഉത്സവം നടക്കായിരുന്നു, ഒറിജിനൽ ഉത്സവം. അപ്പോൾ അതൊന്നും സെറ്റിടാൻ അവരെ കയ്യിൽ പൈസ ഇല്ല. ആ സെറ്റ് ഇന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അത് ഇനി അടുത്ത വർഷമേ ഉള്ളൂ, ഒരു വർഷം കഴിയണം. അങ്ങനെ ഒരു മൂന്ന് നാല് വർഷം എന്നുള്ളത്. ഷീനിച്ചേട്ടനെ കൊണ്ട് വെളുക്ക ഈ ആരോഗ്യമില്ലാത്ത മനുഷ്യനെ വെളുക്ക ചിത്രീകരിച്ചു ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഷീനിച്ചേട്ടൻ ദാടിയെ കൊട്ടിച്ച് പോണത്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിൽ നിന്നു. ഇപ്പോൾ വീണ്ടും തിളപ്പിൻ്റെ ചിത്രീകരണം തുടങ്ങുകയാണ്. ശ്രീനിവാസൻ പോയി. ശരിക്കും ശ്രീനിവാസൻ്റെ അവസാന പടമായി തിളപ്പ്. അതിൽ എഴുതി കാണിക്കുമല്ലോ ഞങ്ങളുടെ നായകൻ യാത്ര പറഞ്ഞത്. ശമ്പളത്തിന് ഒരിക്കലും ഷീനിച്ചേട്ടൻ ഒരു സെറ്റിലും വാശി പിടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല.
സ്വന്തം കാറിൻ്റെ ഡീസലായാലും ആ കാറിൻ്റെ ഡ്രൈവർക്ക് താമസിക്കാനടക്കം ഉള്ളതായാലും അയാളുടെ ശമ്പളമായാലും എല്ലാം ഷീനിച്ചേട്ടനെ കൊടുക്കും. ഒരു നിർമ്മാതാവിൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കില്ല. ഇവിടെ ജിമ്മിൽ പോകണമെങ്കിൽ ട്രെയിനറുടെ പൈസ വരെ നിർമ്മാതാവിൻ്റെ നിന്ന് കത്തിവെക്കുന്നവന്മാരാണ് ഇവിടെ ഉള്ളത്. സ്വയംവര പന്തലിൽ തിരക്കഥ എഴുതി അഭിനയിക്കുന്നതിന് 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അപ്പോൾ സുകുമാര ഷാർജ നിർമ്മാതാവുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പൈസ ചോദിക്കുമ്പോഴൊക്കെ ഷീനിച്ചേട്ടൻ കുറച്ച് രൂപ വാങ്ങി വൗച്ചറപ്പിട്ട് കൊടുക്കും. പടം തീർന്നപ്പോൾ സുകുമാര ഷാർജ കണക്ക് നോക്കി 10 ലക്ഷം രൂപ പ്രതിഫലം പറഞ്ഞാലിന് 11 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ, മടക്കി തരാനാവില്ല എനിക്ക് എന്നാണ് ഷീനിച്ചേട്ടൻ ചിരിച്ചോണ്ട് പറഞ്ഞത്. സുകുമാര ഷാർജ അതങ്ങ് വിട്ടു. അങ്ങേർക്ക് 1 ലക്ഷം എന്ത് പ്രശ്നം. ഞാൻ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. നല്ല രസമുള്ള പടമായിരുന്നു. ഒരു പുതിയ തിരക്കഥാകൃത്ത്, കറുത്ത നിറമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ കണ്ണൂരിൽ താമസിക്കുന്ന KSFയിലെ മാനേജരായ ഒരു ചെറുപ്പക്കാരൻ. അയാൾ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വരുമ്പോൾ ഒരു വെളുത്ത സുന്ദരിയെ പരിചയപ്പെടുക. അയാൾക്ക് ഭാര്യയും 2 മക്കളും ആൺമക്കളും ഉള്ള ആളാണ്. തിരുവനന്തപുരത്ത് വന്ന് KSFയിലെ മാനേജറായി ചാർജ് എടുക്കുമ്പോൾ അയാളെ കാണാൻ ഒരു വിധവയായ സുന്ദരിയായ ഒരു സ്ത്രീ വരും. ആ വരവ് ഇയാളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കും. കൂടെ താമസിക്കുന്ന സഹമുറിയന്മാരൊക്കെ പ്രേരിപ്പിച്ച് വട്ടാക്കി ഇയാൾ അവരുമായിട്ട് ഭയങ്കര അടുപ്പമാവും. നല്ല രസമുള്ള കോമഡി സിനിമയായിരുന്നു. എന്നാൽ ജീവിതവുമായി നല്ല ബന്ധമുണ്ട്. ഞാൻ ഈ പടത്തിൻ്റെ കഥ പറയാനായിട്ട് ഷീനിച്ചേട്ടനെ വിളിച്ചു. എനിക്കൊരു കഥ പറയണം. അത് കഥ കേൾക്കാമല്ലോ. ഞാൻ എന്ന് വരണം എന്നിട്ട് പിറ്റേ ദിവസമാണ് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം തൃശ്ശൂർ. ഞാൻ അതും കൂടെ കണക്ട് ചെയ്ത് ഒരു വഴിക്ക് 2 കൂടെ നടക്കില്ലെന്ന് പറഞ്ഞ് പോയി. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് അടക്കിയ 6500 സ്ക്വയർ ഫീറ്റുള്ള ആ ഹരിത വീട്ടിൽ ചെന്നു. ഗേറ്റിൻ്റെ കാർ ഷെഡിൽ കറുത്ത ബെൻസ് കാർ കിടപ്പുണ്ട്. ബെല്ലടിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അകത്ത് ഡിസ്കഷനായി കഴിഞ്ഞിട്ടായിരിക്കും ജോലിക്കാരി ഇറങ്ങി വന്നു. എന്താ എന്ന് ചോദിച്ചു. ഷീനിച്ചേട്ടൻ ഇല്ലേ? ഷീനി സാറും ഭാര്യയും കൂടെ പുറത്തു പോയി. ഞാൻ പറഞ്ഞു അവർ പുറത്തു പോയി, കാറ് താണ്ട് കിടക്കുന്നു. വേറൊരു കാർ ഇപ്പി. ഞാൻ പിന്നെ നിന്നൊന്നുമില്ല, തിരിച്ചു വന്നു. ഫാസിൽ കാട്ടിങ്കലാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ പിറ്റേ ദിവസം അന്ന് തൃശ്ശൂർ ചെന്നു. ജോഷി സാർ എനിക്ക് നല്ല AC റൂമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ രാവിലെ റെഡിയായി കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഈ കറുത്ത ബെൻസ് കാർ വന്ന് നിൽക്കുന്നു. ഷീനിച്ചേട്ടൻ ഇറങ്ങുന്നു. എന്നെ കണ്ടതും ഒട്ടും പുള്ളി പ്രതീക്ഷിച്ച് കാണില്ല. ജോഷി സാർ എന്നെ കല്യാണം വിളിക്കുമെന്ന് വിചാരിച്ചു കാണില്ല. ഒന്ന് പരിങ്ങി. ഞാൻ പക്ഷേ ഒന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിരുന്നു, താങ്കളും ഭാര്യയും പുറത്തു പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആകെ വിഷമിച്ചു ഷീനിച്ചേട്ടൻ. ഒരു കാര്യം ചെയ്യാം, മറ്റന്നാൾ വരാൻ പറ്റുമോ? ഞാൻ ഓ എവിടെ വരണം? അല്ല അത് വീട്ടിൽ വരണ്ട, കല്ലൂരിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ വന്നാൽ മതി. ഷീനിച്ചേട്ടൻ ഊരി. ഞാൻ പിറ്റേ ദിവസം പറഞ്ഞല്ലോ, 3-ാം ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും പോയി കല്ലൂരി ചെന്നു. സ്ക്രിപ്റ്റ് റൈറ്ററുകളെ കൊണ്ടുവരും. പുതിയ പയ്യനാണ്. എൻ്റെ സീരിയലിൽ ഞാൻ കണ്ടെത്തിയ ഒരു തിരക്കഥാകൃത്ത്. ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റിൽ വന്ന് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കഥ പറഞ്ഞു. ആദ്യം കുറേ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു, കൃഷി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞു. കഥ കേട്ടുടൻ പുള്ളി എന്താ പറഞ്ഞു, കഥയൊക്കെ കൊള്ളാം, പക്ഷേ എന്തോ ഒരു പടത്തിൻ്റെ പേര് പറഞ്ഞു. ആ പടത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന വേഷമായിട്ട് വിദൂരമായ സാമ്യമുണ്ട്. മണി ബാഗ് പോളിസി. ഞാൻ പറഞ്ഞാ നമുക്ക് വേറൊരു കഥ പിടിക്കാം. അപ്പോൾ സിനിമയിൽ എപ്പോഴും നോ പറയുന്നതിന് പകരം സിനിമാക്കാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ്, നമുക്ക് വേറൊരു കഥ പിടിക്കാം, അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞാൽ ഡേറ്റ് ഉള്ളൂ എന്നൊക്കെ പറയും. വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇവിടെ ഊണൊന്നും തരാനില്ല, ഞാനിത് ഗസ്റ്റ് റൂമായിട്ട് ഇട്ടിരിക്കുന്നതാണ്, ഇവിടെ പാചകം ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട. ഞങ്ങൾ താഴെ ഇറങ്ങി നല്ലൊരു വെള്ളമൊക്കെ വെച്ചിരിക്കുന്ന, എനിക്ക് പേരുള്ള ഒരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങി പോന്നു. ഞാനിത് പുല്ലേ മാത്രമേ ഇന്ന് എടുക്കൂ. തിരക്കഥാകൃത്തിനോട് അങ്ങനെ പറഞ്ഞു, തുടക്കകാലത്ത് ആദ്യമായി ഒരു കഥ പറയാൻ വന്നിട്ട് അത് നടന്നില്ല എന്നുള്ള നിരാശയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇനിയും ചെയ്യാം, സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഞാൻ ഈ മണി ബാഗ് പോളിസി വന്നപ്പോൾ കണ്ടപ്പം വിദൂര സാമ്യം പോയിട്ട് 40 കിലോമീറ്ററിൻ്റെ സാമ്യം പോലും ഇല്ല. ഞാനവിടെ അങ്ങ് വിട്ടു. ഞാൻ പിന്നെ ഷീനിച്ചേട്ടനെ കണ്ടപ്പോഴൊന്നും വേറൊരു കഥയായിട്ട് വരട്ടെന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെന്താ നിങ്ങൾ എന്നെ കാണാൻ വരത്തെന്ന് അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹത്തിന് പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ. കാരണം ഇത്രയും ബന്ധങ്ങളുള്ളതുകൊണ്ട് യവനോട് എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ആ സീൻ തീർത്തണം ഈ സീൻ തീർത്തണം എന്ന് പറഞ്ഞാൽ യവൻ ഗെറ്റൗട്ട് അടിക്കുമെന്ന് ഷീനിച്ചേട്ടൻ്റെ ഒരു പേടി. ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ആയിരിക്കാം ഷീനിച്ചേട്ടൻ അതിൽ നിന്ന് ഒഴിവായത്. വർഷങ്ങൾ കഴിയുന്നു. ശ്രീനിച്ചേട്ടൻ
രോഗാതുരനായി വീട്ടിൽ ഒതുങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് കൃഷ്ണകുമാറുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ശ്രീനിവാസൻ്റെ അടുത്തിരുന്നുകൊണ്ടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു ദിവസം ഷീനിച്ചേട്ടൻ കൃഷ്ണകുമാറിനോട് പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തു കൃഷ്ണകുമാറെ, ദിനേശിന് ആ പടം ചെയ്തു കൊടുക്കാമായിരുന്നു. അത് ഞാൻ ചെയ്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തെറ്റായിപ്പോയി. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, പുള്ളിക്കാരൻ അതൊന്നും മനസ്സ് വയ്ക്കുന്ന ആളല്ല, പുള്ളി ഇന്ന് വരെ ഷീനിച്ചേട്ടനെ പറ്റി മോശം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം വിട്ടു. എന്നോട് കൃഷ്ണകുമാർ പറഞ്ഞു, എഴുതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിരവധി തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ ഫയലുകളിലുണ്ട്. അതിലേതെങ്കിലും ഷീനിച്ചേട്ടൻ ആരോഗ്യവാനായ ശേഷം നമുക്ക് സംഘടിപ്പിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. ഉറപ്പായിട്ടും ചെയ്യും ദിനേശ്, നിനക്ക് വേണ്ടി ഒരു പടം ചെയ്യണമെന്ന് പുള്ളിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെയൊന്നുമില്ല, അല്ല, പല കഥകൾ അവിടെ ഇരിപ്പുണ്ട് ഫയലിൽ, അതിലേതെങ്കിലും ദിനേശിന് ഇഷ്ടപ്പെടുന്ന ഒരു കഥ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ഷീനിച്ചേട്ടനെ എഴുതി തരും, ഷീനിച്ചേട്ടൻ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നടന്നില്ല. എവിടെ വെച്ചോ കൃഷ്ണകുമാർ നനച്ചിരിക്കാതെ പോയി. ഇപ്പോൾ ഷീനിച്ചേട്ടനും പോയി. എനിക്ക് വിമല ടീച്ചറിനോട് പറയാനുള്ളത്, ഷീനിച്ചേട്ടൻ്റെ ഒരു പേപ്പറും ഇല്ലാതാക്കരുത്. സത്യേട്ടൻ വീട്ടിൽ വരുമ്പോൾ ഒന്ന് പരതാൻ പറയുക. ഉറപ്പായും നല്ല സിനിമകളുടെ ത്രെഡുകൾ ആ ഫയലുകളിൽ ഉറങ്ങുകയായിരിക്കും. വിമല ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീനിവാസൻ്റെ സിനിമ ഏത് എന്ന് ചോദിച്ചാൽ തളത്തിൽ ദിനേശനുള്ള വടക്ക് നോക്കിയ യന്ത്രമാണ്. ചിരിച്ചിരിക്കാമെന്നാണ് തളത്തിൽ ദിനേശൻ്റെ വിക്രികളെപ്പറ്റി വിമല ടീച്ചർ പറയാറ്. എന്നാൽ ശ്രീനിവാസനെ നാണം തോന്നിയ ഏതെങ്കിലും സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ അവരപ്പം പറയും കിളിച്ചുണ്ട മാമ്പഴം പ്രിയദർശൻ്റെ. എത്ര വൃത്തികെട്ടവനാണ് ഈ കലന്തൻ ഹാജി എന്നാണ് വിമല ടീച്ചർ പറയാറ്. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ കെട്ടുന്ന വൃത്തികെട്ടവൻ. എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നാണം തോന്നി എന്നാണ് പാവം വിമല ടീച്ചർ പറയുന്നത്. അത് ശ്രീനിവാസനല്ലല്ലോ, കലന്തനല്ലേ എന്ന് ശ്രീനിവാസൻ്റെ ന്യായീകരണമൊന്നും വിമല ടീച്ചർ അംഗീകരിക്കാറേയില്ല. ഒരു വരുമാനവുമില്ലാതെ എന്നെ പ്രേമിച്ചത് എൻ്റെ സൗന്ദര്യം കണ്ട് തന്നെയാണ് എന്ന് ശ്രീനിവാസൻ്റെ പക്ഷം. അല്ലെങ്കിൽ മറ്റെന്താണെന്ന് അദ്ദേഹം പറയട്ടെ എന്ന് പറയും. ഷീനിച്ചേട്ടൻ വിമലാണെന്നും വിളിക്കില്ല, ടീച്ചറെന്നും വിളിക്കില്ല, പറയട്ടെ. വിമല ടീച്ചർക്ക് ചിരി മാത്രമേ ഉള്ളൂ, മറുപടിയില്ല. ധീരമായ തീരുമാനം തൻ്റെ ജീവിതത്തിലെടുത്ത വനിതയാണ് വിമല ടീച്ചർ. ജീവിതത്തിൽ ഒന്നുമാകുമെന്ന് അയാൾക്ക് പോലും ഉറപ്പില്ലാത്തൊരു മനുഷ്യനെ അവർ പ്രണയിച്ചു. വലിയ വിജയമായി പിന്നെ തൻ്റെ കാമുകൻ, പിന്നാലെ മക്കളും വലിയ വിജയമായി. ഇതിനപ്പുറം ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് എന്ത് വേണമല്ലേ? ഒരു വീട്ടിൽ തന്നെ 3 സംവിധായകർ, ഒരു വീട്ടിൽ തന്നെ 3 അഭിനേതാക്കൾ, ഇതിൽ കൂടുതൽ എന്ത് വേണം? നല്ല ഒരു അച്ഛനും ഒരു ഭർത്താവിനെയും എന്താ പറയുക മക്കളെയും കൊണ്ട് അവർക്ക് അഭിമാനിക്കാം. കേരള കൗതിക്കായിട്ടാണ് ഞാൻ തലയണ മന്ത്രം ചിത്രീകരണത്തിന് ഷീനിച്ചേട്ടൻ തലസ്ഥാനത്ത് നിന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞല്ലോ, 1990. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ 35 വർഷമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ ബന്ധം മരിക്കുന്നതുവരെയും തുടർന്നു എന്നുള്ളതാണ്. 2 മക്കളുടെയും വിവാഹത്തിന് എന്നെ ക്ഷണിച്ചു. വിനീതിൻ്റെ കല്യാണത്തിന് ഞാൻ പോയി. ധ്യാനിൻ്റെ വിവാഹ സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. കാണുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയവും കൃഷിയും. പ്രേക്ഷകർ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ധാരാളം വിമർശിക്കും, കോൺഗ്രസ്സുകാരെ മണ്ടന്മാരായി കളിയാക്കും. ഒരിക്കലും അദ്ദേഹം BJPയെ പറ്റി പറയില്ല, RSSനെ പറ്റി പറയില്ല. അച്ഛൻ ഉണ്ണിമാഷ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ വഴിക്ക് തന്നെ പോയി. അച്ഛനോടൊന്നും ഒളിയുദ്ധം നടത്തിപ്പോന്ന ശ്രീനിവാസൻ അച്ഛനെ തോൽപ്പിക്കാനായി അക്കാലത്ത് ജനസംഘത്തിലായിരുന്നു തങ്ങിയത്. അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ജ്യേഷ്ഠൻ, ഞാൻ പറഞ്ഞില്ല, മദ്രാസിൽ താമസിച്ചിരുന്ന രവീന്ദ്രൻ നന്നായി പരിശ്രമിച്ചു. സിനിമാ പഠനത്തിന് മദ്രാശിയിൽ എത്തിച്ചതിൽ പോലും മദ്രാസിൽ ജോലി നോക്കിയ രവീന്ദ്രനാണ് മുൻകൈ എടുത്തത്. അവസാന കാലം രവീന്ദ്രനും ശ്രീനിവാസനുമായിട്ട് അകന്നു. ഇത് മനസ്സിൽ വെച്ച് ഞാനൊരു ചോദ്യം ഷീനിച്ചേട്ടനോട് ചോദിച്ചു. BJPയോട് ഒരു മൃദു സമീപനം എന്തുണ്ടാവും? പഴയ ജനസംഘം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണോ? ഒരു പഠിച്ച കള്ളനെ കയ്യോടെ പിടികൂടിയ മുഖഭാവത്തോടെ എന്നെ ചൂഴ്ന്നു നോക്കി ഷീനിച്ചേട്ടൻ. അല്ല, അവരെ പറയാറായിട്ടില്ല, വന്നതല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. വാജ്പേയിയും നരേന്ദ്രമോദിയുമായി 10-15 വർഷം ആയില്ലേ അവരുടെ ഭരണം. പഠിച്ചു തീർന്നില്ലേ ഇതുവരെ ഷീനിച്ചേട്ടൻ? സമയമായില്ല എന്നായിരുന്നു വീണ്ടും മറുപടി.
മിഥുനം സിനിമ കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് വേണ്ടി ഷീനിച്ചേട്ടൻ തലസ്ഥാനത്ത് വന്നു. ഹോട്ടൽ അമൃതയിലാണ് താമസം. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഫോണിലൂടെ ഉറപ്പിച്ച് പറഞ്ഞു. ശബ്ദത്തിന് അല്പം ഗൗരവം കൂടുതലായിരുന്നു. ഞാൻ ചെന്നു. പലതും പറഞ്ഞ് വിഷയത്തിലേക്ക് വന്നു. നിങ്ങളുടെ നാട്ടുകാരനല്ലേ ക്യാമറാമാൻ എസ് കുമാർ? ആണതെ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരേ നാട്ടുകാർ, ഒരേ പാർട്ടിക്കാർ, തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവർ. ഇപ്പോഴും ആ ബന്ധമുണ്ടോ? ഇല്ല. അദ്ദേഹം പ്രശസ്തനായ ക്യാമറാമാനാണ്. ഇപ്പോൾ പഴയ പരിചയം ഇപ്പോൾ കാണിക്കാറില്ല. ഞാനും അതുകൊണ്ട് തന്നെ തിരിച്ച് പഴയ ബന്ധം കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മാമനാണ് പ്രശസ്ത മേക്കപ്പ് മാൻ വേലപ്പൻ. സ്റ്റുഡിയോ റോഡിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ, അല്ലെങ്കിൽ ആദ്യകാല നായർ കമ്മ്യൂണിസ്റ്റുകാരൻ മേക്കപ്പ് മാൻ വേലപ്പനായിരുന്നു. ഇന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് തന്നെ. ഞാൻ വേലപ്പൻ മാമനുമായി ഇന്നും ആ ബന്ധം തുടരുന്നു. നാളെ ഷീനിച്ചേട്ടൻ ജാട കാണിച്ചാൽ നിങ്ങളെയും ഞാൻ ഒഴിവാക്കും. ഒരൊറ്റ ഷീനിച്ചേട്ടൻ്റെ ഒരു ചിരിയുണ്ടല്ലോ, ഒരൊറ്റ പൊട്ടിച്ചിരിയായിരുന്നു ഉത്തരം. പിന്നെ കൃത്രിമ ഗൗരവം വീണ്ടെടുത്തു. മിഥുനമാണ് പ്രിയദർശനും എസ് കുമാറും സഹകരിക്കുന്ന അവസാന സിനിമയെന്ന് നിങ്ങളൊരു പത്രത്തിന് വാർത്ത കൊടുത്തോ? ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ എത്ര നിരുത്തരവാദപരമായാണ് ആ വാർത്ത കൊടുത്തത്? പ്രിയൻ്റെ ആദ്യ സിനിമ പൂച്ചയ്ക്കൊരു മൂക്കുത്തി മുതൽ മിഥുനം വരെ അവർ ഒരു ടീമായി ഒരു മനസ്സിൽ സിനിമകൾ ചെയ്തു. അവരെ തെറ്റിക്കാൻ ബോധപൂർവം നിങ്ങൾ ഇല്ല കഥയുണ്ടാക്കി. ഇത് ശരിയായ പത്രപ്രവർത്തനമാണോ? ഇതൊക്കെ ആരോ ഷീനിച്ചേട്ടനോട് പറഞ്ഞത്. കുമാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാർത്ത നൽകിയ പത്രക്കാരൻ കുമാറിനോട് പറഞ്ഞു കൊടുത്തു. ഞാനൊരു പത്രക്കാരനാണ് പറഞ്ഞു കൊടുത്തത്. ആ പത്രക്കാരൻ നേരെ ചെന്ന് കുമാറിനോട് പറഞ്ഞു കൊടുത്തു എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. ദിനേശ് തന്ന വാർത്തയാണെന്നാണ് അയാൾ പറഞ്ഞു കൊടുത്തത്. അതിനപ്പുറം തെളിവ് വേണോ എന്ന് ചോദിച്ചു. കോഴിക്കോട് നിന്ന് തുടങ്ങുന്ന ഒരു പുതിയ സിനിമാ മാസിക, അതിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആദ്യ ലക്കത്തിൽ ഇപ്പം ന്യൂഡൽഹിയിൽ മമ്മൂട്ടിയുടെ കൃഷ്ണമൂർത്തി ഇറക്കുന്ന പത്രം പോലെ കവർ സ്റ്റോറിയാക്കാൻ പറ്റിയ ഒരു വാർത്ത തരാമോ എന്ന് എന്നോട് തിരക്കി. പ്രിയദർശൻ അസിസ്റ്റൻ്റായ മോഹൻലാൽ ആദ്യം അഭിനയിച്ച തിരനോട്ടത്തിൻ്റെ ഛായാഗ്രാഹകനായിരുന്നു എസ് കുമാർ. അന്നു മുതൽ അവർ നല്ല സ്നേഹിതരായിരുന്നു. പ്രിയൻ സംവിധായകനായപ്പോൾ എസ് കുമാറിനെ കൂടെ കൂട്ടി. താളവട്ടവും കിലുക്കവും പോലുള്ള മനോഹരമായ സിനിമകളുണ്ടാക്കി അവർ. ബിസിനത്തോടെ അവർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിരിയും. ഇത് സത്യസന്ധമായ കാര്യമായിരുന്നു. ഒരു സ്കൂപ്പ് ചോദിച്ച സ്നേഹിതന് ഈ വാർത്ത ഞാൻ നൽകി. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ പ്രിയദർശനും മിഥുനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടുണ്ട്, കുമാറും കോഴിക്കോട്ടുണ്ട്. അവരോട് ഇക്കാര്യം ചോദിക്കണം, എന്നിട്ട് കവർ സ്റ്റോറി ആക്കാനാണ് ഞാൻ പറഞ്ഞത്. അവർ നേരെ സെറ്റിപ്പോയി. ആദ്യം പ്രിയദർശനെ കണ്ടു. ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ അടുത്ത പടം എന്തായാലും കുമാറല്ല എന്ന് പ്രിയൻ തുറന്നു പറഞ്ഞു. ഇവർ നേരെ കുമാറിൻ്റെ അടുത്ത് പോയി. ഇതേ ചോദ്യം ചോദിച്ചു. ആരാ ഈ ഫൂളിഷ്നെസ് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു കുമാറിൻ്റെ മറുപടി. തന്ത്രപൂർവം ഇതാരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് കുമാർ ചോദിച്ചറിഞ്ഞു, മനസ്സിലാക്കി. മണ്ടന്മാർ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഇക്കാര്യം വിഷമത്തോടെ കുമാർ ശ്രീനിവാസനോട് പറഞ്ഞു. അത് ചോദിക്കാനാണ് അമൃത ഹോട്ടലിലേക്ക് എന്നെ ഷീനിച്ചേട്ടൻ വിളിച്ചു വരുത്തിയത്. ഞാൻ എനിക്കറിയാവുന്ന വിവരങ്ങൾ വ്യക്തതയോടെ കാര്യകാരണസഹിതം പറഞ്ഞു. ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്നതിൽ ഷീനിച്ചേട്ടൻ ഉറച്ചു നിന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പിന്നീട് മിഥുനം പ്രിയദർശനും എസ് കുമാറും കൂട്ടുകെട്ടിൽ അവസാനമുണ്ടായ സിനിമയാണ്. അതിനുശേഷം അവരൊരു സിനിമയിൽ സഹകരിച്ചിട്ടില്ല. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വലിയ പാട്ടയ്ക്കകത്ത്, കരി പാട്ടയ്ക്കകത്ത് ശ്രീനിവാസനിട്ട് ഉരുട്ടുന്ന ഒരു സീനുണ്ടല്ലോ, ചിരിച്ചതിന് ജനാർദ്ദനൻ. ഷീനിച്ചേട്ടന് ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാട്ടാ ഈ കരിപ്പൊടിക്കകത്ത് കിടന്ന് ഉരുണ്ടതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത്, ദിനേശേ 10 ലക്ഷം രൂപ അഡീഷണൽ തരാമെന്ന് പറഞ്ഞാലും വേറൊരു സംവിധായകൻ്റെ സിനിമയിൽ ഞാൻ ഈ വേഷം ചെയ്യില്ല, ഈ സീൻ ചെയ്യില്ല. പക്ഷെ സിദ്ദിഖ് എന്ന് പറഞ്ഞ സംവിധായകൻ സെറ്റിൽ കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടാൽ ഈ കരി ഉള്ള പാത്രത്തിൽ കിടന്ന് ഉരുണ്ടുക എന്നല്ല, മുതലയുടെ കൂടെ ഗുസ്തി ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്നാണ് എന്നോട് ഷീനിച്ചേട്ടൻ പറഞ്ഞത്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു, ഒരു ദിവസം ഞാൻ എറണാകുളത്തുള്ളപ്പോൾ എനിക്കാണ് ഫെഫ്കയുടെ രൂപീകരണ
കാര്യങ്ങളുമായി ഞാൻ എറണാകുളത്തുള്ളപ്പോൾ ഒരു വൈകുന്നേരം ചിപ്പിയും രഞ്ജിത്തും കൂടി എന്നെ കാണാൻ വന്നു. ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ട് പറഞ്ഞു, ദിനേശേ ഞാനൊരു പുതിയ കാർ എടുത്ത് ഓടി. ഞാൻ ആഹാ വാ നമുക്ക് ആ പുതിയ കാറിൽ ശാലം ചുറ്റാം എന്ന് പറഞ്ഞു. എന്നെയും കയറ്റി ചിപ്പിയും ഞാനും രഞ്ജിത്തും കൂടി ആലുവ ഭാഗത്തേക്ക് കാർ ഓടിച്ചു പോയി. കാറ് നിൽക്കുന്നില്ല, കാർ വെക്കോട്ടേ ഇരിക്കുക. ആ കാർ ചെന്ന് നിന്നത് ചാലക്കുടി ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ്. അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുക, ആത്മകഥ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അവിടെ ചെന്ന് ഷീനി ചേട്ടൻ നമ്മളെ കണ്ടുകൊണ്ട് വന്നു. ഒരുപാട് നേരം ഞങ്ങളുടെ രണ്ടുപേരോടും നന്നായിട്ട് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു കവറെടുത്ത് രഞ്ജിത്ത് ഷീനി ചേട്ടന് കൊടുത്തു. ഇതെന്തോന്നു? അല്ല അഡ്വാൻസ്. ഏയ് അഡ്വാൻസ് വേണ്ട, അതൊന്നും വേണ്ട. ഇല്ല ഏട്ടാ, അഡ്വാൻസ് വാങ്ങിയാലേ ഇതൊരു പ്രോജക്റ്റ് ആവുകയുള്ളൂ, ഇരിക്കട്ടെ എന്ന് കൊടുത്തിട്ട് ഞങ്ങൾ മടങ്ങി. ഞാനും കൂടി ചെന്ന് അഡ്വാൻസ് കൊടുത്തതായതുകൊണ്ട് ഞാൻ കൂടെ രഞ്ജിത്തിന് എന്തായി, പ്രോഗ്രസ്സാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ, ഷീനി ചേട്ടൻ ചില മാറ്റങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാനിട്ട് എന്ത് കഥ എന്താ? അത് ഒരു വീഡിയോ കാസറ്റ് കട നടത്തുന്ന ഒരു മനുഷ്യൻ അല്ല, തിയേറ്ററിലെ പ്രൊജക്ഷൻസായ ഒരു മനുഷ്യൻ, ഫിലിം ഓടിക്കുന്ന ആൾ. അയാൾ മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും ഒക്കെ സിനിമകൾ കണ്ട് അയാളുടെ ജീവിതവും സിനിമയായിട്ട് മിങ്കിളായിപ്പോയി. അപ്പോൾ അയാൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ കണ്ടുവച്ച സിനിമകളിലെ വിഷ്വലുകളായ ഓർമ്മ വരും. അത് പിന്നെ ഒരു കൊലപാതകത്തിലേക്ക് പോവുകയും ആ കൊലപാതകം പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി അന്വേഷിക്കുകയും, പക്ഷേ ഇയാളെ കുരുക്കാൻ പറ്റാതെ പോകുന്നൊരു സബ്ജക്റ്റാണ്. ഞാൻ കൊള്ളാമല്ല എന്ന് പറഞ്ഞു. പ്രൊജക്ഷനിസ്റ്റായിട്ട് ഷീനി ചേട്ടൻ ചെയ്താലും നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് അത് നടന്നില്ല. ആ സിനിമയാണ് പിന്നെ മോഹൻലാലിൻ്റെ നായകനാക്കി ദൃശ്യമായി മാറിയത്. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ആ അഡ്വാൻസ് തിരിച്ച് വാങ്ങിയിരിക്കില്ല, അങ്ങനെ പോയി. അതുപോലെ തന്നെ മുകേഷ് ഭയങ്കരമായി പ്രഷറൈസ് ചെയ്താണ് ഷീനി ചേട്ടനെ കൊണ്ട് ശിവായി ലഹള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിച്ചത്, അഭിനയിക്കുകയും ചെയ്തല്ലോ. അതോടുകൂടി കമ്പിപ്പടങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു സംവിധായകൻ്റെ ജാതകം തന്നെ മാറി. അയാൾ താരമായി മാറിയില്ല, വലിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായി മാറി. പക്ഷെ അയാൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ അയാൾ എതിരാളിയായി കാണുന്നത് പ്രിയദർശനെയാണ്. പ്രിയദർശൻ ഒരു പുല്ലും അല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇത് നന്നായിട്ട് സ്വയംവരപന്തൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഷീനി ചേട്ടൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൽ ഇന്നസെൻ്റാണ് സംവിധായകനായിട്ട് അഭിനയിക്കുന്നത്. ഒരു സംവിധായകനാവാൻ പറഞ്ഞ് നടക്കുകയാണ്. തങ്കപ്പൻ എന്നാണ് യഥാർത്ഥ പേര്, എലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ഈ പറഞ്ഞ സംവിധായകന് എലക്ട്രിസിറ്റി ബോർഡിൽ ഒരു കാലത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്. ശങ്കർ ബാനു എന്ന് തങ്കപ്പൻ പേര് മാറ്റി സ്വയം. എന്നിട്ട് ഇങ്ങനെ ലൊക്കേഷൻ നോക്കാൻ നടക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. പ്രാന്താലയത്തിൽ കൊണ്ടിട്ടിരിക്കുക. ഈ സംയുക്ത വർമ്മ കിടക്കുന്ന അസൈലത്തിൽ തന്നെയാണ് ഇയാളും കിടക്കുന്നത്. ഇയാളിങ്ങനെ മഞ്ഞ കുടയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ലൊക്കേഷൻ നോക്കാൻ എന്ന് പറഞ്ഞ് അഷ്ടമടി കായലിലൊക്കെ ചാടിക്കളയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹരികുമാർ സാർ പറഞ്ഞു, സംവിധായകൻ പറഞ്ഞു, ഇത് മറ്റേ സംവിധായകൻ്റെ ഡിറ്റോ ആയിപ്പോയില്ലേ എന്ന് കേട്ട്. അപ്പോൾ അത് ശരി, ഇതുവരെയും നിങ്ങൾക്ക് ആ സംവിധായകനാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എന്നായി ഷീനി ചേട്ടൻ. ഒളിച്ചൊന്നും വയ്ക്കില്ല. ഞാൻ ആ സംവിധായകനെയാണ് ശങ്കർ ബാനുവിലൂടെ കാണിക്കുന്നത്, അത് സംവിധായകനായ താങ്കൾക്ക് മനസ്സിലായില്ലേ എന്ന് കേട്ട്. പിന്നെ അതങ്ങ് വിട്ടു. കാരണം ഷീനി ചേട്ടൻ കൃത്യമായി പറയാണ്, ഇത് ആ സംവിധായകനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ലൊക്കേഷൻ കാണാൻ അഷ്ടപടി കായലിലൊക്കെ ചാടുന്ന മഞ്ഞ കുട പിടിച്ച് കിടക്കുന്ന സംവിധായകൻ. ഒരു എന്താ പറയുക, രസകരമായ സംഭവമായിരുന്നു അന്ന് ആ വൈകുന്നേരം അവിടെ നടന്നത്. ശങ്കർ ബാനുവിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആളാണ്. ബെന്നി ആശംസ, എൻ്റെ സുഹൃത്ത്, ധ്യാൻ ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ ധ്യാനിനെ നായകനായിക്കൊണ്ടൊരു പടം ചെയ്യും. ഒരുപാട് സ്ക്രിപ്റ്റ് പൊളിച്ചെഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഷീനി ചേട്ടൻ്റെ വീട്ടിൽ ധ്യാനിൻ്റെ കൂടെ ചെന്നു. ബെന്നിയെ പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മിസ്റ്റർ ബെന്നി, നിങ്ങളുടെ പടത്തിൽ എനിക്ക് കനപ്പെട്ട ഒരു ശമ്പളവും അതുപോലെ കനപ്പെട്ട ഒരു ക്യാരക്ടറും തരണം. അതിന് മുന്നോടിയായി അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് തരണം. കാരണം കാശിനെ ഒരിക്കലും വില കൊടുക്കാത്ത, ചിന്തിക്കാത്ത മനുഷ്യനായിരുന്നു. ആർത്തിയില്ലാത്ത, ആർത്തി പണ്ടാരമല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഷീനി ചേട്ടൻ. പക്ഷെ രോഗാതുരനായി വർക്കൊന്നും ഇല്ലാതായപ്പോൾ ഷീനി ചേട്ടൻ്റെ മനസ്സിൽ പൈസ വേണം, ട്രീറ്റ് ചെയ്യണമെങ്കിലും വിമലയ്ക്ക് ജീവിക്കണമെങ്കിലും ഒക്കെ പൈസ വേണമല്ലോ എന്നുള്ളൊരു ചിന്ത ഉദിച്ചിരിക്കാം. ഞാൻ ബെന്നിയോട് ചോദിച്ചു. ബെന്നി പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടാണ് ഇതിന്, ചില ചിരിച്ചോട്ടൊന്നുമല്ല, എനിക്ക് നല്ല ഒരു വേഷം തരണം, കനപ്പെട്ട ശമ്പളവും തരണം, അതിൻ്റെ പകുതി ഇപ്പോൾ അഡ്വാൻസും തരണം എന്ന് ഷീനി ചേട്ടൻ പറഞ്ഞു. ബെന്നി വിഷമത്തോടെ പറയുക, ഇന്നലെ ബെന്നിക്ക് പോകാൻ പറ്റില്ല, ബെന്നിക്ക് സുഖമില്ല. ബെന്നി പറയാണ്, ദിനേശേ, ഷീനി ചേട്ടൻ ആ വേഷം ഞാൻ പറഞ്ഞിരുന്ന സമയത്ത് പടം നടന്നിരുന്നെങ്കിൽ ഷീനി ചേട്ടൻ അഭിനയിക്കുന്ന അവസാനത്തെ സിനിമ ആയനെ എന്നാണ് പറഞ്ഞത്.
ഇതുപോലെ തന്നെ ഷീനിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞ ഈ കഥകൾ ഒരുപാട് പറയാം. തിരുവനന്തപുരത്ത് തൃപ്തി ഫിലിംസ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. മോഹൻലാലും പ്രിയദർശനും ഗാന്ധിമതി ബാലനും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ഷീനിച്ചേട്ടൻ പറയുന്നത് നമ്മൾ നായന്മാർ ഒന്നിച്ച് നിൽക്കണമെന്ന് ഷീനിച്ചേട്ടന് മുമ്പ് വെച്ച് പറഞ്ഞു എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഷീനി ഭാവനയിൽ നിന്ന് പറയുന്നതാണ് എന്നോട് ഗാന്ധിമതി ബാലൻ പറഞ്ഞത്. എന്തായാലും ആ പടത്തിൽ ശ്രീനിവാസനും പാർട്ണറായിരുന്നു. നമ്മൾ നായന്മാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞതാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. ഈ അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന് പറഞ്ഞ പടത്തിൽ തിരുവനന്തപുരത്ത് അഭിനയിക്കാൻ വന്നല്ലോ. അതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുണ്ട്, കൈതപ്രത്തിൻ്റെ അമ്മാവൻ, കമ്മ്യൂണിസ്റ്റുകാരൻ. എന്നാലും അങ്ങേരുടെ രക്തത്തിൽ ഒരു ബ്രാഹ്മണിസം ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഒരു ദിവസം ശ്രീനിവാസനോട് ചോദിച്ചു, ശ്രീനിവാസൻ നിങ്ങൾ എന്താ ജാതി എന്ന് ചോദിച്ചു. ജാതി ചോദിക്കുന്നു നമ്പൂതിരി. തിരുമേനി ഞാനും നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞു. ഓ നമ്പൂതിരിയാണോ? അതെ എന്ന് പറഞ്ഞിട്ട് ഷീനിച്ചേട്ടൻ പോയി. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് അടുത്ത് ഇന്നസെൻ്റ് ഇരിക്കുകയായിരുന്നു. ഇന്നസെൻ്റ് പറഞ്ഞു, ഇന്നസെൻ്റിനോട് ചോദിച്ചു, ഇന്നസെൻ്റ് അയാൾ നമ്പൂതിരിയാണോ? അതെ അയാൾ നമ്പൂതിരിയാണ്. നിങ്ങളെല്ലാം ഫോണുകൾ ഇങ്ങനെ ഇടും, അയാൾ 2 കാലിലിടും, ആ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഇന്നസെൻ്റ് മറുപടി പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എൻ്റെ എല്ലാവർക്കും നന്മ മാത്രം നേരട്ടെ എന്നെഴുതിയ കടലാസിൽ ഷീനിച്ചേട്ടൻ്റെ ഒരു പേന കുത്തിയിട്ട് ഷീനിച്ചേട്ടൻ്റെ നെഞ്ചിലേക്ക് സത്യനന്ദിക്കാട് വച്ചു കൊടുത്തിട്ട് തേങ്ങുന്നത് കണ്ടു. വല്ലാത്ത വിഷമം തോന്നി എനിക്ക്. എൻ്റെ എല്ലാവർക്കും നന്മ മാത്രം നേരട്ടെ എന്നാണ് ഷീനിച്ചേട്ടൻ പോകാൻ നേരത്തും പറഞ്ഞത്. ഒരാളും നശിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നേയില്ല. എല്ലാവരും നന്നാവണം എന്ന് വിചാരിച്ച മനുഷ്യനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.